ഹലോ ഗേസ്, ഞാനിപ്പോൾ ഉള്ളത് കന്യാകുമാരിയിലാണ്. നല്ല വെയിലുണ്ട്, ഉച്ച ടൈമാണ് എത്തിച്ചേർന്നത്. ഷോപ്പുകളാണ് മുമ്പിൽ കാണുന്നത്. ബാഗിൻ്റെ ഷോപ്പ്, ലേഡീസ് ഷോപ്പ്, കളിപ്പാട്ടങ്ങളുടെ ഷോപ്പ്, അങ്ങനെ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ ഷോപ്പ്, തൊപ്പി, കണ്ണട ഷോപ്പ്, അങ്ങനെ പല ഷോപ്പുകളുണ്ട്. വില കുറവിൽ കിട്ടുന്ന പല ഐറ്റങ്ങളുണ്ട്. പിന്നെ ഡ്രസ്സുകൾ, ഷർട്ടുകൾ ഒക്കെ കാണാം മുമ്പിൽ. മെയിനായിട്ട് ഇവിടെ കാണേണ്ടത് വിവേകാനന്ദ പാറ, അതുപോലെ ഗ്ലാസ് പിടിച്ച് ബോട്ടിൽ കൂടി സഞ്ചരിക്കണം. മുമ്പിൽ കാണുന്ന ക്യൂ കണ്ട അതിനുള്ള തയ്യാറെടുപ്പിലാണ് ആൾക്കാർ. എവിടെയോ ഉള്ള ക്യൂ ആണ്. 75 രൂപ, 300 രൂപ ബോർഡ് കണ്ട സ്പെഷ്യലായിട്ട് 300 രൂപ എക്സ്ട്രാ അകത്ത് കയറിയിട്ട് ടിക്കറ്റ് എടുത്ത് പോവാം. 300 രൂപ ഇങ്ങനെ ക്യൂ നിന്നാൽ 75 രൂപ. അപ്പോൾ 75 രൂപയുടെ ക്യൂ ആണ് കാണുന്നത് ഗൈസ്. നല്ല തിരക്കാണ്, ഒരു രക്ഷയുമില്ല. പിന്നാലെ പോയിട്ട് നിൽക്കേണ്ടി വരും. 75 രൂപ കൊടുത്തിട്ട് കയറണമെങ്കിൽ ഈ ക്യൂവിൻ്റെ പിന്നാലെ പോയിട്ട് നിന്നാലേ സാധ്യമാവും. 300 രൂപ കൊടുത്താൽ മുമ്പിൽ പോയിട്ട് ഗേറ്റിൽ കയറി അകത്ത് എക്സ്ട്രാ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, അവിടെ നിന്ന് എടുത്ത് കയറി പോവാം. നല്ല തിരക്കാണ്, കുട്ടികളും ലേഡീസും ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു രക്ഷയുമില്ല, ഇവിടെ ക്യൂ നിൽക്കാൻ ഒരു രക്ഷയുമില്ല. ബാക്കിൽ തന്നെ പോയിട്ട് നിൽക്കണം. മുമ്പിൽ കാണുന്നതാണ് ഗേറ്റ്, അത് കടന്ന് വേണം പോകാൻ. കൗണ്ടറൊക്കെ അതിനകത്താണ്. പിന്നെ ഞാൻ ബാക്കിലൊക്കെ തന്നെ നടത്തത്തിലായി ഗൈസ്. പിന്നിൽ തന്നെ നിൽക്കേണ്ട അവസ്ഥയാണ്. ഒരു രക്ഷയില്ലാത്തത് കൊണ്ട് അതിൻ്റെ പിന്നാലെ പോയിട്ട് ഞാനും ക്യൂ നിന്നു. 75 രൂപയുടെ ടിക്കറ്റ് ഇടം പിടിച്ചു ഗൈസ്. അവസാനം 75 രൂപയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം പിടിച്ചു. അങ്ങനെ ഞാൻ പിന്നാലെ നിന്ന് ഗൈസ്. മെല്ലെയാണ് ക്യൂ ഇങ്ങനെ നീങ്ങുന്നത്. അവിടെയുള്ള കാഴ്ചകളുണ്ട്. കണ്ണാടി വിൽക്കുന്ന ആൾക്കാർ, പഴക്കച്ചവടക്കാർ, എന്തോ ഒരു സ്ട്രീറ്റ് കൂടിയുണ്ട് മുമ്പിൽ. ആ സ്ട്രീറ്റിൻ്റെ ബോർഡൊക്കെ കാണാം. അതിന് മുമ്പോട്ട് പോകുന്ന വഴി, റോഡൊക്കെ കാണാം. അപ്പുറം ലോഡ്ജ് ഒക്കെ കാണാം. എൻ്റെ ക്യൂ മെല്ലെയാണ്. അതിൻ്റെ പിന്നാലെ ഇങ്ങനെ ഞാൻ നിന്ന് മുമ്പോട്ടേക്ക്. അരമണിക്കൂർ ടൈം പുറത്ത് ക്യൂ നിന്ന ശേഷം മെയിൻ ഗേറ്റിൻ്റെ അകത്തേക്ക് കയറലായി ഗൈസ്. അങ്ങനെ അകത്തേക്കാണ്, ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ള അകത്തേക്കാണ്. ഇത് ഗേറ്റാണ്. ഇതിൻ്റെ അകത്തേക്ക് കയറിപ്പറ്റി. ഇത്ര സമയം വെയിലും തണലും ഒക്കെ ആയിട്ട് ക്ഷീണിച്ചു പോയി ഗൈസ്. അരമണിക്കൂർ ടൈമാണ് പുറത്ത് ഞാൻ നിന്നത്. ഇവിടെ അങ്ങനെ അകത്തേക്ക് കയറി. അകത്തന്നെ കാണാം ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടവും ഇങ്ങനെ നൃത്തത്തിലാണ്. ആൾക്കാരെ കാണാം, മുമ്പിലുള്ള ക്യൂ എല്ലാം കാണാം ഒരുപാട്. അങ്ങനെ ഇവിടെ നൃത്തത്തിലാണ് ഗേസ്. ഗേറ്റിനകത്ത് കയറി അവസാനം ടിക്കറ്റ് എടുത്ത് ബോട്ടിൻ്റെ അടുത്തെത്തി. ഈ ബോട്ടല്ല കേട്ടോ, ഇത് പഴയ ബോട്ടാണ്, അപ്പുറമാണ്. ബോട്ടിൽ കയറാനുള്ള ക്യൂ ആണ് ഇത് കാണുന്നത്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അല്ലേ, കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലാണ്, കയറാനുള്ള ത്രില്ലിലാണ്, ബോട്ടിനുള്ള വെയിറ്റിംഗ് ആണ് ഗേസ്. ഒരുപാട് ആൾക്കാർ കാണാം. അവസാനം ബോട്ടിൽ കയറി. ലൈഫ് ജാക്കറ്റൊക്കെ തന്ന് ബോട്ടിൽ കയറിയിട്ടാണ് ഉള്ളത്. ആ ബോട്ടിൽ കയറാൻ ടിക്കറ്റ് 75 രൂപയാണ്. ഒരാൾക്ക് ചാർജ് 75 രൂപയാണ്. അങ്ങനെ ആ ടിക്കറ്റാണ് മുമ്പിൽ കാണുന്നത്. അങ്ങനെ ബോട്ട് നീങ്ങുകയാണ് ഗേസ്. വിവേകാനന്ദപ്പാറ ഗ്ലാസ് പിടിച്ചൊക്കെ കാണാനുള്ള ആകാംക്ഷയിലാണ്. ഒരുപാട് ആൾക്കാരുണ്ട് ബോട്ടിൽ. നിങ്ങളൊക്കെ കാണാം, പുറത്തത്തെ കാഴ്ചകളൊക്കെ കാണാം. ബോട്ട് നീങ്ങി തുടങ്ങി, കടലിൻ്റെ കൂടി ഇങ്ങനെ നീങ്ങുകയാണ് ഗൈസ്. അങ്ങനെ ബോട്ട് അടുപ്പിക്കുകയാണ്. വിവേകാനന്ദപ്പാറ റോക്ക് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കാണാനുള്ള ആ ഭാഗത്തേക്ക് ബോട്ട് എത്തി ഗൈസ്. എല്ലാവരും തയ്യാറെടുപ്പിലാണ്. ബോട്ട് നിർത്താനുള്ളത് തയ്യാറെടുപ്പിലാണ്. എന്നിട്ട് ഇറങ്ങണം. ബോട്ടിൽ കയറാനുള്ള ഒരുപാട് ആൾക്കാരൊക്കെ കാണാം അപ്പുറം. അങ്ങനെ പിന്നെ ബോട്ടിൽ കയറി വിവേകാനന്ദ റോക്ക് മെമ്മോറിയലൊക്കെ കാണാം. ഇതാണ് വിവേകാനന്ദ പാറ അല്ലേ. കാണുമ്പോൾ എന്ത് നല്ല കാഴ്ച, വൈബാണ്. മനസ്സിന് വല്ലാത്ത ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നത് ഇവിടെ നിന്ന്. ഒരുപാട് ആൾക്കാരുണ്ട്.
ഇത് ചുറ്റിക്കാണണമെങ്കിൽ ഇവിടെ നിന്നൊരു 30 രൂപ ടിക്കറ്റ് എടുക്കും. അങ്ങനെ ടിക്കറ്റ് എടുത്തു. 30 രൂപേൻ്റെ ടിക്കറ്റ് കാണിച്ച് അകത്ത് കയറലായി ഗൈസ്. മുമ്പോട്ട് നടത്തത്തിലാണ്. വിവേകാനന്ദ മണ്ഡപമൊക്കെ കാണാൻ മുമ്പിൽ. അപ്പോൾ മുമ്പോട്ട് നടത്തത്തിലാണ് ഗൈസ്. അപ്പോൾ പിന്നെ മുമ്പോട്ട് മേലോട്ട് കയറണമെങ്കിൽ ചെരുപ്പ് ഇവിടെ അയച്ചു വെക്കണം. അങ്ങോട്ട് അനുവദീയമല്ല. ചെരുപ്പ് ഒരുപാട് കണ്ട ഇവിടെ എല്ലാം ഊരി വെച്ചിട്ടുണ്ട്. അവിടെ ഊരി വെക്കണം. അതിനുള്ള ശ്രമത്തിലാണ് ഞാൻ. അങ്ങനെ നല്ലൊരു സ്ഥലം കണ്ടെത്തി. ചെരുപ്പ് ഊരി വെച്ചു ഇവിടെ. അപ്പോൾ നല്ലൊരു സ്ഥലമാണ്. ഒരുപാട് ചെരുപ്പുകൾ, ഒരുപാട് ആൾക്കാർ ഊരി വെക്കുന്നത്. എൻ്റെ ചെരുപ്പ് ഊരി വെച്ച് അങ്ങനെ ഞാൻ മുമ്പോട്ട് നടത്തത്തിലാണ് കേസ്. അങ്ങനെ ഒരു സൈഡ് കാണുമ്പോൾ കടൽ, അതിനപ്പുറം കര. കാണാൻ ഭംഗിയുള്ള കാഴ്ച, നല്ല രസം കാണാനല്ലേ. ശാന്തമായ കടലാണ് മുമ്പിൽ കാണുന്നത്. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് മുമ്പോട്ട് നടത്തത്തിലാണ് കേസ്. വെള്ള ലൈന് കണ്ട ഇതിൻ്റെ മുകളിലൂടെ നടക്കുമ്പോൾ ചൂട് കാല് തട്ടൂല. അതിനു വേണ്ടിയാണ് വെള്ള ലൈന് വെച്ചിട്ടുള്ളത്. കുറച്ച് സൈഡ് നടന്നാൽ നല്ല ചൂടാണ്. പുറത്ത് ക്യൂ കണ്ട. ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് ആൾക്കാർ ബോട്ടിലേക്ക് കയറി മടങ്ങാനുള്ള ക്യൂ ആണ് അവിടെ കാണുന്നത് കേസ്. അങ്ങനെ മുമ്പോട്ട് നടത്തത്തിലാണ്. മുമ്പിൽ കടലും കരയൊക്കെ കാണാം. അതിന് ഇടതുവശത്തായിട്ട് നമ്മളെ മണ്ഡപം കാണാം. വിവേകാനന്ദ മണ്ഡപമാണ്. അപ്പോൾ അകത്ത് ആൾക്കാർക്ക് കയറാം. വീഡിയോ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഇതൊക്കെ കണ്ട് മുമ്പോട്ട് നടത്തത്തിലാണ്. ഒരുപാട് ആൾക്കാർ കയറുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് മണ്ഡപത്തിൽ. വീഡിയോഗ്രാഫിയോ ചെയ്യാൻ കഴിയൂല. ഇടത് സൈഡ് കാണുന്നത് ബോർഡിൽ എഴുതി വെച്ചിട്ട് സഭാ മണ്ഡപം എന്നാണ്. ആ മണ്ഡപത്തിലും ആൾക്കാർ ഒരുപാടുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. പല സ്ഥലത്തുനിന്നും മലയാളികളും ഒരുപാട് സ്ഥല ആൾക്കാരുണ്ട്. ഇനി പോകുന്നത് കണ്ണാടി പാലം അഥവാ ഗ്ലാസ് ബ്രിഡ്ജ്. അതിലൊന്ന് കയറണം. ഇപ്പോൾ അടുത്തിട്ട് ഏകദേശം 6-7 മാസം മുമ്പ് തുടങ്ങിയ ഉദ്ഘാടനമായ ഗ്ലാസ് ബ്രിഡ്ജാണ്. കടലിൻ്റെ മുകളിലൂടെ ഗ്ലാസ് ബ്രിഡ്ജ്. അതിൽ കൂടി ഒന്ന് കയറാം. കാണാം നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ്. അങ്ങനെ നമ്മൾ എത്തിച്ചേർന്നു ഗ്ലാസ് ബ്രിഡ്ജ്. കുറച്ച് മുമ്പിലോട്ട് നടന്നാൽ ഗ്ലാസ് ബ്രിഡ്ജായി. തിരുവള്ളൂർ പ്രതിമക്ക് വേണ്ടിയാണ് ഗ്ലാസ് ബ്രിഡ്ജ്, ഈ ബ്രിഡ്ജ് നിർമ്മിച്ചത്. അതിനപ്പുറമാണ് തിരുവള്ളൂർ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പം അപ്പുറം പോകണമെങ്കിൽ ബ്രിഡ്ജ് കാണും. നമ്മൾ ബ്രിഡ്ജിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലാണുള്ളത്. അടിയിൽ വെള്ളം കാണും. അടിയിൽ വെള്ളമൊക്കെ ഒഴുകുന്നല്ല കാണണ്ട. പേടിയില്ലാതില്ല, നല്ലൊരു പേടിയുണ്ട്. പൊട്ടിപ്പോവോ എന്തെങ്കിലും സംഭവിക്കോ പോലത്തെ ഒരു പേടിയുണ്ട്. ആ പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് മുമ്പോട്ട് നടത്തത്തിലാണ്. അടിയിൽ നല്ല വെള്ളത്തിൻ്റെ ഒഴുക്കെല്ലാം കാണാം ഗൈസ്. ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നതും വീഡിയോ ചെയ്യുന്നതും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. ഇന്ത്യയിൽ തന്നെ വെച്ച് ആദ്യമായി ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ആണെന്ന് തോന്നുന്നു ഇത്. അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. 2024 ഡിസംബർ 30 ഉദ്ഘാടനം ചെയ്തത്. തമിഴ്നാട് ചീഫ് മിനിസ്റ്ററാണ് ഉദ്ഘാടനം ചെയ്തത്. തിരുവള്ളൂർ പ്രതിമയ്ക്ക് പോകാനുള്ള വഴിയാണ് ഈ വഴി. അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ യാത്രയാണ് ഗൈസ്. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ നല്ല തണുപ്പുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടിയിൽ നോക്കുമ്പോൾ ചെറിയൊരു പേടിയുണ്ട്. ഒരുപാട് ആൾക്കാരൊക്കെ കാണാം. അപ്പുറം കടലും കാണാം. നടക്കുമ്പോൾ പേടിയുണ്ട്. പേടിയില്ല എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ മുമ്പോട്ട് നടത്തത്തിലാണ് ഗൈസ്. അങ്ങനെ ഓവർ ബ്രിഡ്ജൊക്കെ കഴിഞ്ഞിട്ട് തിരുവള്ളൂർ പ്രതിമക്ക് മുമ്പിലേക്ക് എത്തി. ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ കയറണം. അവിടെയാണ് പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. അങ്ങനെ മുമ്പോട്ടുള്ള വഴിയിലൂടെ ഞാൻ നടക്കുകയാണ് ഗൈസ്. അകത്തേക്ക് കയറി. ഒരുപാട് ആൾക്കാർ കയറുന്നുണ്ട്. എൻ്റെ സ്റ്റെപ്പും കയറി മുകളിലോട്ട് നടത്തത്തിന് തുടക്കമായി ഗൈസ്. അങ്ങനെ ഈ സ്റ്റെപ്പ് കയറണം. കുറച്ച് കയറിയാലേ തിരുവള്ളൂർ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള ഭാഗത്തേക്ക് എത്തും. അങ്ങനെ മുകളിലോട്ടുള്ള നടത്തത്തിലാണ്. ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ട്. അതിന് പിന്നാലെ ഞാനും ഇങ്ങനെ മുകളിലോട്ട് നടന്നു.
അങ്ങനെ പുറത്തേക്ക് എത്തി ഗൈസ്. പുറത്ത് നോക്കുമ്പോൾ ഒരുപാട് ഗേറ്റ്. ഇവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്, തിരുവള്ളൂർ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് ഇവിടെയാണ്. ഇത് പുറത്തേക്കുള്ള വഴിയാണ്. അങ്ങനെ പുറത്തേക്ക് പോവാം. ഇവിടെ നല്ല കാഴ്ചകളുണ്ട്. പുറത്ത് കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമുണ്ട്. ഗ്ലാസ് പിടിച്ചൊക്കെ കാണാം. അപ്പുറം മണ്ഡപം കാണാം. നല്ല കാഴ്ചയാണ് ഇവിടെ. നല്ല വ്യൂ ആണ്. കടലും അതിൻ്റെ നടുവിലായിട്ട് ഗ്ലാസ് ബ്രിഡ്ജും മണ്ഡപമൊക്കെ ആയിട്ട് കാണാൻ ഭംഗിയുള്ള കാഴ്ചയാണ് മുമ്പിൽ കാണുന്നത്. അപ്പുറം കരയെല്ലാം കണ്ട, കര വിട്ട് ഒരു കടലിൻ്റെ ഒരു നടുഭാഗത്ത് അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഇങ്ങനൊരു സ്ഥിതി, കടലിൻ്റെ നടുവിൽ നിൽക്കുന്ന പോലെ ഒരു പ്രതീതിയുണ്ട് ആ കര കാണുമ്പോൾ. അപ്പോൾ കരുവള്ളൂരിൽ പ്രതിമ കണ്ട കാലിൻ്റെ ഇതന്നെ എത്രക്കുണ്ട്. വീഡിയോ എടുക്കാൻ എത്തുന്നില്ല, ക്ലിയറാകുന്നില്ല. അത്രത്തോളം വലിയ പ്രതിഭയാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് പ്രതിമൻ്റെ മുമ്പ് നിന്ന് പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് കാഴ്ചകൾ, ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ട് മടുക്കുകയായി ഗൈസ്. അങ്ങനെ ബോട്ടിൽ കയറി. ബോട്ടിൽ ഒരുപാട് ആൾക്കാർ കാഴ്ചകളൊക്കെ കണ്ട് കടന്ന് ക്ഷീണിച്ച് ഒരുപാട് ആൾക്കാർ കരയിലെത്താനുള്ള യാത്രയിലാണ്. അങ്ങനെ കരയിലെത്തി ഗൈസ്. പിന്നെ നമ്മൾ പുറത്തേക്ക് ഒരുപാട് കാഴ്ചകൾ കാണില്ലേ, പിന്നെ കൂടുതലൊന്നും കാണാൻ നിന്നില്ല, നേരെ പുറത്തേക്ക് വിട്ടു. ബസ് സ്റ്റാൻഡിലേക്ക് 500 മീറ്റർ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്കുള്ള എൻ്റെ പോക്കാണ്. അപ്പോൾ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു.